എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത്? ഒരു പിടിയില്ല കേട്ടോ. ഒരു പിടിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാനൊരു 2 മണിക്കൂർ ഫോണൊന്നും യൂസ് ചെയ്യാതെ ഒന്നും എടുക്കാതിരിക്കുമായിരുന്നു ഞാനിത് അറിഞ്ഞിട്ട്. കൂടുതലും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒണിയൽ പുറത്തായി എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കും. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ആരൗട്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അത് ഞാൻ 2 മണിക്കൂർ മുന്നേ അറിഞ്ഞൊരു സംഭവമാണ്. പക്ഷേ ഞാനത് ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ ഫോണോ ഒന്നും ഞാൻ എടുത്തില്ല, ലാപ്ടോപ്പോ ഒന്നും എടുത്തില്ല. പിന്നെ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ജിസേൽ ഔട്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ? ഒരു ടോപ്പ് 5 അല്ലെ ടോപ്പ് 6 വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ് ജിസേൽ. ഉള്ളവർക്ക് ഭേദമുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഈ സാബുമാനെ പോലുള്ളവരും അവിടെ നിൽക്കുമ്പം ഈ ജിസേലിനെ പോലുള്ള നന്നായി ഗെയിം കളിക്കുന്നവരൊക്കെ ഔട്ടായെന്ന് പറഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഇതാരാണോ ഈ സാബുമാനെ കോട്ട് ചെയ്യുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഞെട്ടുവാണ് ഞാൻ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 2 മണിക്കൂർ ഫോണൊന്നും യൂസ് ചെയ്തില്ല. വല്ലാത്ത ഷോക്കായിപ്പോയി. പെട്ടെന്ന് തന്നെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്ത ഷോക്കായിപ്പോയി. ഇപ്പോഴും എനിക്ക് ആ ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതെന്തൊരു മറിമായാണ്. സാബുമാനെ പോലുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. നന്നായി ഗെയിം കളിക്കുന്ന ജിഷിൻ, ഒണിയൽ, ഇപ്പൊ ജിസേല് പുറത്തായിരിക്കുകയാണ്. ജിസേലിന്റെ ഇത് ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ ഒണിയൻ പുറത്തായിട്ടാണ് കാണിക്കുന്നത്. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ജിസേൽ പുറത്തായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും എനിക്ക് ആ ഷോക്കിൽ നിന്ന് സത്യം പറഞ്ഞാൽ മാറാൻ പറ്റുന്നില്ല. എനിക്ക് എന്താണെന്നറിയത്തില്ല. ഇത് എന്തുവാണ് നടക്കുന്ന ബിഗ് ബോസിൽ? ഇത് വോട്ടിങ് എങ്ങനെയാണ് പോകുന്നത്? കഴിഞ്ഞ വർഷത്തിലൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പം വളരെ അൺഫെയർ ആയിട്ടുള്ള വോട്ടിംഗ് ആണ് പോകുന്നത്. സാവന്മാരൊക്കെ ചിലപ്പോൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.